ഇൻഡെക്സ് പീരിയഡ് 6.1 10th ക്വസ്റ്റ്യൻ കേട്ടോ. ഈ അടുത്ത മതിയാ ഇൻവേഴ്സ് റിലേഷൻ 3D വെക്ടർ പിന്നെ കണ്ടിന്യൂറ്റി മാത്രം ഡിഫറൻസിബിലിറ്റി ഇല്ല. അപ്പൊ അതിൽ a ladder 5 cm long is leaning against a wall. A bottom of the ladder is elevated down away from the wall at the rate of 2 cm per second. How fast the height of the wall decreases when the foot of the ladder is 4 meter away from the wall? നമ്മൾ ഒരു ലാഡർ ചാരി വെച്ച് 5 cm ലെങ്ത് ഉള്ള ലാഡർ. അപ്പൊ ഇവിടെ നിന്ന്, അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചാരി വെക്കുകയാണെങ്കിൽ അതിന്റെ ആ വോളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 4 cm. അപ്പൊ നോക്കിയാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് അകലും തോറും എന്താ പറ്റുന്നത്, ഈ ഹൈറ്റിന് എന്ത് പറ്റും, കുറഞ്ഞു വരും. അപ്പൊ ഇങ്ങോട്ട് നീക്കുന്നതിന്റെ എന്താണ് ചേഞ്ച് അവർ തന്നിട്ടുണ്ട്. എത്രയാണത്? 2 cm/s ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ 2 cm/s വെച്ച് ഇങ്ങോട്ട് പുള്ളി ചെയ്യുമ്പോൾ ഹൈറ്റിൽ വരുന്ന എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്തറിയാം, ഇതിനെ നമ്മൾ ഫസ്റ്റത്തെ ഇതിനെ നമ്മൾ OA OB എടുക്കുന്നത്. ഇത് OA അപ്പോ പൈതഗോറസ് തിയറം വെച്ച് എന്താണ്, OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇതിൽ നിങ്ങൾ വരച്ചെടുത്തിട്ടുള്ളത് ഇതിനെ നമ്മൾ y എന്ന് വിളിക്കണം. പൈതഗോറസ് തിയറം വെച്ചിട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, ഈ ലെങ്ത് അല്ലേ. അതിന് ഞാൻ അപ്പൊ ഇത് നോക്കിക്കേ, x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും, 25 ഹോൾ സ്ക്വയർ വരും. 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ഇനി നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു t വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഇങ്ങോട്ടേക്ക് നീക്കുന്നത് 2 cm/s. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ വന്നേ, നമുക്ക് തന്നേക്കുന്നത് dx/dt ആണ്. എന്ത് തന്നേക്കണത്, 2 cm/s തന്നേക്കണം. അതായത് നമ്മൾ ഈ വരയ്ക്കുന്ന ലെങ്ത് അത് എത്ര സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ. അത് ഓരോ സെക്കൻഡിൽ 2 സെന്റിമീറ്റർ നമ്മൾ വെച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെ നീക്കുമ്പോൾ ഹൈറ്റിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇത്. ഇതിനെ നമ്മൾ എന്ത് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും, ഫസ്റ്റത്തെ 2x എന്ത് വരും, dx/dt പ്ലസ് എന്ത് വരും, 2y dv/dt ഈക്വൽ ടു 25 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, 0 വരും. ഇനി നോക്കിയിട്ട് dx/dt നമുക്ക് തന്നിട്ടുണ്ട് 2 cm ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, 2x × 2 പ്ലസ് 2y dv/dt ഈക്വൽ ടു 0. അതിന്റെ dv/dt കണ്ടുപിടിച്ച് ഇനി നമുക്ക് 4x പ്ലസ് 2y dy/dt is equal to 0. 2y dy/dt is equal to minus 4x. അപ്പൊ dy/dt എന്ത് കിട്ടും നമുക്ക്, minus 4x by 2y. അതായത് ഒന്നുകൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, minus 2x by y കിട്ടും. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ലാഡറിന്റെ ഫുട്ട് 4 സെന്റിമീറ്റർ അവേ ആണെങ്കിൽ നമുക്ക് 4 മീറ്റർ അവേ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹൈറ്റിൽ വരുന്ന ഹൈറ്റ് എത്രയായിരിക്കും ചോദിച്ചേക്കണം. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനം
വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം നമ്മൾ? 4 കൊടുക്കണം. 2 സെന്റിമീറ്റർ അല്ലേ? മുമ്പേ നമ്മള് ഇവിടെ അവർ പറഞ്ഞ x ഈക്വൽ ടു 4 ആകുമ്പോൾ കറസ്പോണ്ടിങ് ഫൈ കണ്ടുപിടിക്കണം നമുക്ക്, അല്ലെ? അതായത് x ഈക്വൽ ടു 4 നമ്മൾ റേറ്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത് dy ബൈ dt എന്ന് പറയുന്നത് എന്തായിരിക്കും? -2x/y എന്നാ പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് ഇവിടെ x ഈക്വൽ ടു 4 ആകുമ്പോൾ y എത്രയാണ്? ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. x ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. അപ്പോൾ y എത്രയാണ് കണ്ടുപിടിച്ചേ? y square is equal to 25 minus 60 which is equal to y square is equal to y equal to 3 വരും. ഇനി നമുക്ക് ഈ y എന്ത് ചെയ്യണം? ആ y യുടെ വാല്യൂ നമുക്ക് കിട്ടി ഇല്ലാക്കുന്നത്. ഇനി ആ y നമ്മൾ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ x കൊണ്ട് y ഉണ്ട്. x എവിടെ എത്രയാണ്? 4. y എത്രയാണ് ഇവിടെ? 3. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് നമ്മൾ dy ബൈ dt എന്നാണ് എഴുതുന്നത്. which is equal to എന്താ? ഇക്വേഷൻ എന്താ? -2x/y ആണ്. which is equal to -2 into എന്താണ്? 4/3 എന്ത് വരും? -8/3. അങ്ങനെ പറയാം. ആദ്യം നമ്മൾക്ക് ഒരു ലാഡർ ഒരു വോളിനോട് ചേർത്ത് വെച്ച് അതിന്റെ ലെങ്ത് ആണ് എന്ത്? 5 സെന്റിമീറ്റർ. എന്നിട്ട് ഈ ലാഡർ നമ്മൾ എന്ത് ചെയ്യണേ? ഓരോ സെക്കൻഡ് കൂടുമ്പോൾ 2 സെന്റിമീറ്റർ വെച്ച് നീക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ നീക്കുമ്പോൾ ഈ ഹൈറ്റിന് വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ ടൈമിലും ഹൈറ്റിന് എത്ര റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുക. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? x² + y² = 25 എഴുതാം. നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണേ. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? y² ഡെറിവേറ്റീവ് എന്താ വരിക? 2y ആ. y² ഡെറിവേറ്റീവ് y² ഡെറിവേറ്റീവ് 2x dx/dt x² ഡെറിവേറ്റീവ് ഇത് പ്ലസ് y² ഡെറിവേറ്റീവ് 2y dy/dt 25 കോൺസ്റ്റന്റ് 0. ഇനി നമ്മൾ എന്താ ചെയ്യണം? dx/dt തന്നിട്ടുണ്ട്. എത്ര വെച്ചിട്ടാണ് നീക്കിക്കൊണ്ട് പോകുന്നത്? 2 സെന്റിമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് 2x × 4 + 2y dy/dt = 0 എഴുതി. which is equal to 4x + 2y dy/dt = 0 എഴുതി. ഒരു 4x അപ്പുറത്തേക്ക് എടുത്ത് അപ്പോൾ നമുക്ക് 2y dy/dt -4x എഴുതി. അത് നമ്മൾ dy/dx എന്ന് പറയുന്നത് -2x/5 അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എന്താണ്? t. ഇതെന്താണ്? ഇതിന്റെ ഇക്വേഷൻ -2x/y എടുത്ത് നമുക്ക് x ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. x എന്താണ്? 4 ആണ്. അപ്പോൾ ആ 4 വെച്ചിട്ട് നമ്മൾ y യുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഡയറക്റ്റ് ഇക്വേഷൻ എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ y എന്ത് കിട്ടി? 3 കിട്ടി. ഇനി നമുക്ക് y എന്ത് ചെയ്യണം? y യുടെ x ന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫൈൻഡ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ A particle is moved along the curve 6/x³ + 2. Find the points on the curve which the y coordinate is changing 8 times the fastest x coordinate. ഒരു പാർട്ടിക്കിൾ ഒരു കേർവിൽ കൂടി മൂവ് ചെയ്യുന്നുണ്ട്. കേർവിന്റെ ഇക്വേഷൻ ആണ് എന്ത്? 6y = x³ + 2 എന്ന് പറയുന്നത് കേർവിന്റെ ഇക്വേഷൻ. Find the points on the curve at which y coordinate is changing 8 times as fast as x coordinate. അപ്പോൾ ഇവിടെ എന്താ തന്നേക്കണം? y coordinate is changing 8 times as fast as x coordinate എന്നാ പറഞ്ഞേക്കണം. അപ്പോൾ എന്താ തന്നേക്കണം? അതായത് റേറ്റ് ഓഫ് ചേഞ്ച് y coordinate is changing അതായത് y coordinate changing
പറഞ്ഞാൽ എന്താ dy by dt ആണ് തന്നേക്കുന്നത്. ഓരോ ടൈമിൽ പൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യേണ്ടത് എത്ര എക്സ് കോർഡിനേറ്റിനേക്കാളും 8 ടൈംസ് ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ dy by dt ഈസ് ഈക്വൽ ടു 8 ടൈംസ് എന്താണ് dx by റേറ്റ് ഓഫ് ചേഞ്ച് തന്നേക്കുന്നത്. അത്രയുമായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താ? അപ്പൊ ഈ കർവിന്റെ ഇക്വേഷൻ എന്താ? 6y x സ്ക്വയർ പ്ലസ് 2 അല്ലേ? x ക്യൂബ് ആണ്. x ക്യൂബ് പ്ലസ് 2 ആണ് y കോർഡിനേറ്റ് കർവിന്റെ ഇക്വേഷൻ. ഈ കർവിന്റെ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്തേ വിത്ത് റെസ്പെക്ട് ടു d വെച്ചിട്ട് ഫസ്റ്റ് നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? dy by dt ഇത്ര തന്നിട്ടുണ്ട്. പോയിന്റ് അല്ലേ കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഇതിന് പകരം ഈ dy by dt കൊടുക്കാം. നമുക്ക് dx by dt അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇതിലെ കൊണ്ട് ഈ വാല്യൂ കൊടുത്താൽ dy by dt അല്ലേ? അതിന് പകരം അത് മനസ്സിലായി. നമുക്ക് dy by dt 80 ടൈംസ് dx by dt ആണ് കിട്ടി. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഡെറിവേറ്റീവ് എടുത്ത് എന്നിട്ട് ഇവിടുത്തെ dy by dt ക്ക് പകരം ഇതിട്ട് കൊടുക്കാം. അപ്പൊ എന്താണ് 6 into 8 dx by dt is equal to 3x square dx by dt. ഇനി എന്താ ചെയ്യേണ്ട? dx by dt ഉള്ള ടേംസ് എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. നമുക്ക് dx by dt അല്ല കണ്ടുപിടിക്കേണ്ടത്. points on the curve നല്ലേ ആ അപ്പോൾ x y നമുക്ക് dx by dt ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ dx by dt കണ്ടുപിടിക്കാൻ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം.
ഇല്ലടാ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇല്ല കട്ട് ചെയ്തു രണ്ട് സൈഡിലും കട്ട് ചെയ്യണം. അപ്പം ഇടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് സൈഡിലും ഡി എക്സ് വൈ ഡി രണ്ടും കട്ട് ചെയ്യും. അപ്പോൾ എന്താ കിട്ടിയത്? 6 × 8 48 3x square x square is equal to 48/3. എത്ര കിട്ടി? x equal to plus or minus 4 ആണ് കേട്ടോ. പ്ലസ് ഓർ മൈനസ് 4 വരെ. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ആ കേർവിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് y കണ്ടുപിടിക്കാം. കേർവിന്റെ ഇക്വേഷൻ എന്താണ്? 6y is equal to x cube plus 2. ഇതിന് y കണ്ടുപിടിച്ചേ. 6y is equal to x cube എന്ന് പറയുന്നത് 4 cube plus 2. 6y is equal to 4 into 4 into 4 64. 64 plus 2 66. Y equal to 11. അപ്പോൾ 1.4 എടുക്കുമ്പോഴത്തേക്ക് 4 11 എന്ന് പറഞ്ഞൊരു പോയിന്റും അടുത്തത് -4 ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. 6y is equal to x cube plus 2. Y is equal to 6y is equal to -4 the whole cube plus 2 -64 plus 2 y is equal to 31/5. മനസ്സിലായ ഈ എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്താ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ നടക്കുന്ന കാര്യമില്ല. ഇത് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. എല്ലാവരും മനസ്സിലായത് ക്വസ്റ്റ്യൻ എന്താ മനസ്സിലായോ? എന്താ കേവൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇങ്ങനത്തെ ഒരു പാറ്റേൺ തന്നെ ചോദിക്കുമല്ലോ എക്സാമിന്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലോണം പഠിച്ചിട്ട് പോവുക. സെയിം പാറ്റേൺ ആയിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കുന്നത്. കേർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? 6y is equal to x cube plus 2. പിന്നെ അവരെന്താ തന്നേക്കണം? y കോർഡിനേറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്. y കോർഡിനേറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്ന് പറഞ്ഞേക്കണം? x കോർഡിനേറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന്റെ 8 ടൈംസ് ആണ്. അതാണ് ഇതാണ് dy/dt is equal to 8 into dx/dt. ഇനി നമുക്ക് പിന്നെ എന്താ തന്നേക്കണം? കേവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കേവിന്റെ ഇക്വേഷൻ എന്താ? 6y is equal to x cube plus 2. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം നമ്മൾ ഫസ്റ്റ്. ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 into y ഡെറിവേറ്റീവ് dy/dt is equal to 3x square dx/dt. ഈ dy/dt പകരം നമ്മൾ എന്ത് ചെയ്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് രണ്ടും dx/dt അവിടുത്തെ രണ്ടും എന്ത് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ എന്താ കിട്ടിയത്? 48 is equal to 3x square. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സ് എന്താണ്? x is equal to plus or minus 4. ഇത് നമുക്ക് എന്താണ്? ഇത് നമ്മുടെ കേവിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 4 ആയതുകൊണ്ട് ആദ്യം നമ്മൾ പ്ലസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ y equal to 11 കിട്ടും. പിന്നെ എന്താണ്? -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും y equal to -38/3. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കണം? ശരിക്കും പോയിന്റ് ഓഫ് എന്താണ്? ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ദ കേവ് അറ്റ് വിച്ച് y കോർഡിനേറ്റ് is changing 8 times as the first. അതായത് ആ ഏത് പോയിന്റിലാണ് ഈ y കോർഡിനേറ്റ് 8 ടൈംസ് ഫാസ്റ്റ് ആവണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്വസ്റ്റ്യൻ ആ തന്നെ the radius of an air bubble is increasing at the rate of 1/2 centimeter square. At what rate the volume of the bubble is increasing when radius equal to 1 centimeter? Text ഇല്ലടാ.
the radius of an air bubble is increasing at the rate of 1/2 centimeter per second. എന്താണ് ഒരു എയർ ബബിൾ ഉണ്ട്. എയർ ബബിളിന്റെ റേഡിയസ് എത്ര വെച്ചിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം? 1/2 പാടില്ല നിങ്ങൾക്ക് 1/2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്തത്. എന്താണ് റേഡിയസ്? അപ്പൊ വിത്ത് റെസ്പെക്ട് എന്ത് വെച്ചിട്ടാണ് എന്താ തന്നിരിക്കുന്ന സാധനം? റേഡിയസ് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ dr സംതിങ് ആണ്. dr ബൈ എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ് എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പൊ dr ബൈ dt ആണ് തന്നിരിക്കുന്നത്. എന്താണ്? dr ബൈ dt ഈസ് ഈക്വൽ ടു അതായത് റേഡിയസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്? 1/2. നമുക്ക് എന്താ റേഡിയസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് വോളിയത്തിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താ കണ്ടുപിടിക്കുന്നത്? dv ബൈ എന്താ? dv ബൈ dt ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ dv ബൈ dt വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? 4/3 pi r. അപ്പൊ അതിന്റെ v is equal to എന്താണ്? 4/3 pi r cube. ഇത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും? d of 4/3 pi r cube by dt ഇട്ട് കൊടുക്കണം. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. വിത്ത് റെസ്പെക്ട് ടു എന്താണ്? t വെച്ചിട്ട്. അപ്പൊ 4/3 എന്താ? കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് നമ്മൾ പുറത്തെടുത്ത്. പൈയും എന്താ? കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുത്ത്. പിന്നെ ബാക്കി r മാത്രമേ ഉള്ളൂ. r ക്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പൊ x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3x സ്ക്വയർ. അപ്പൊ r ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 3r സ്ക്വയർ അല്ലേ? അപ്പൊ ഇൻറ്റു 3r സ്ക്വയർ. പിന്നെ ആരുടെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം? r ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. r ന്റെ ഡെറിവേറ്റീവ് എന്താ? dr ബൈ dt. dr ബൈ dt നമ്മൾ നോക്കിക്കേ. dr ബൈ dt നമ്മുടെ പ്രോബ്ലത്തിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dr ബൈ dt ആദ്യം തന്നിട്ടുണ്ട് 1/2. അതുകൊണ്ടാണ് ഇത് കൊടുക്കാം. അത് കണ്ടുപിടിച്ച് അപ്പോൾ ഇക്വേഷൻ കിട്ടണം. കിട്ടിയടാ 2π മാത്രമുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് എത്ര കിട്ടി? dv ബൈ dt എത്ര കിട്ടി? dr ബൈ dt കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 4/3 ഇൻറ്റു പൈ ഇൻറ്റു 3r സ്ക്വയർ ഇൻറ്റു dr ബൈ dt 1/2. അപ്പൊ ഈ 2 4 ഒക്കെ കട്ട് ചെയ്ത് കളയാം. എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും? 3 കട്ട് ചെയ്യാലോ? 3 കട്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്ത് കിട്ടും? 2πr സ്ക്വയർ. എത്ര കിട്ടിയാ? 2πr സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് ലാസ്റ്റ് തന്നിട്ടുണ്ട് r is equal to എന്താന്ന് പറഞ്ഞേക്കണം? റേഡിയസ് 1 ആകുമ്പോൾ വോളിയത്തിന് വരുന്ന ഇൻക്രീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ r എന്താന്ന്? r is equal to 1 ആകുമ്പോൾ dy ബൈ dt എന്താ? എന്ത് വരും? 2π ഇൻറ്റു 1 സ്ക്വയർ. അപ്പൊ എത്ര കിട്ടും? 2/. Balloon which is always remains spherical. Balloon എന്താണ്? Spherical shape and has variable diameter 3/2 into 2x plus 1. Find the rate of change of its volume with respect to എന്താണ്? x എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും പറഞ്ഞേക്കാം ആദ്യം വേരിയബിൾ ഡയമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ എന്തായിട്ട് എടുക്കാം നമുക്ക്? ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ ആണ് 3/2 into 2x plus 1 എന്ന് പറഞ്ഞേക്കുന്നത്. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം. അതിന്റെ വോളിയത്തിന് വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? x ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ എന്താ പറഞ്ഞേക്കുന്നത്? ഡയമീറ്റർ എന്താണ് സ്ഫിയറിന്റെ? എത്ര? 3/2 into 2x plus 1. ഡയമീറ്റർ ആണ്. റേഡിയസ് എന്തായിരിക്കുള്ളൂ? ഇതിന്റെ പകുതി ആയിരിക്കുമല്ലോ. അപ്പൊ 3/2 വരുമ്പോഴത്തേക്ക് എന്ത് വരും? 3/4 2x plus 1. ഇതെന്താ? 3/4 2x plus 1 എന്താ? റേഡിയസ്.
this PR is equal to 4/3 pi r cube. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ r കൊണ്ട് ഇട്ട് കൊടുക്കണം. ഒന്നുമില്ല, ഈ ആറിന് പകരം ഇത് ഇട്ട് കൊടുക്കാം. Question 12. x plus 1 the whole square. 2x plus 1 the Power I will take. 2x plus 1 the whole cube അല്ലേ? അതാണ് 3/4 into 2x plus 1 the whole cube അല്ലേ? Whole square. 3/4. 3/4 dr by dt എടുക്കാം. 4/3 ഞാൻ v എഴുതിയിട്ടാണ് dv/dt എടുക്കാം. r cube ഇട്ട് കൊടുത്തേനി. അപ്പം എന്തായാലും 4/3 pi into 3/4 3/4 2x plus 1 the whole cube. 2x plus 1 whole. ഇനി ഇതിന്റെ ക്യൂബ് എടുക്കണ്ടേ നമുക്ക്? അപ്പോൾ 4/3 pi into ഇതിന്റെ ക്യൂബ് എത്ര? 27 അല്ലേ? 27/64 പിന്നെ 2x plus 1 whole. dv by dt. അത് നമ്മൾ v എഴുതിയിട്ട് v സിംപ്ലിഫൈ ചെയ്തിട്ടാണ് dv/dt. r ആദ്യം കണ്ടുപിടിച്ച് r അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് v സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ dr/dt എടുത്തിട്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെറുതാക്കാലോ. ഓക്കെ, കളയുമ്പോഴത്തേക്കും 1 അതായത് 16 ആവും. 64 അല്ലേ? 64 അല്ലേ ഇത്? 16 ആവും. 9/16 വരും. കട്ട് ചെയ്ത് കളയാം കേട്ടോ. The whole square. ചെറുതാക്കി കഴിയുമ്പോൾ നമുക്ക് 9/16 2x plus 1 whole cube. ഇനി ഇതിന്റെ എന്ത് ചെയ്യണം? dv by ഇത് പറഞ്ഞു ഇത് റെസ്പെക്ട് എന്ത് എടുക്കാന്ന് പറയണം? ഇത് റെസ്പെക്ട് x എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ dv by dx. dv by dx എന്ന് വിളിക്കാം. അപ്പൊ ഇത് ഈ പൈയും 9/16 പുറത്തെടുക്കാം. ഇതിന്റെ ഇത് വരുന്നത് നെക്സ്റ്റ് ക്യൂബിന്റെ ഇതല്ലേ? അപ്പോൾ 3 2x plus 1 the whole square into 2x derivative. അപ്പൊ ഇതിലെന്തായാലും ഡയമീറ്റർ വന്നിട്ടുണ്ടായിരുന്നു. റേഡിയസ് എഴുതി, റേഡിയസ് കൊണ്ട് വോളിയത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്ത് അതിന്റെ റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് റെസ്പെക്ട് എന്താ എടുക്കേണ്ടതെന്ന് ചിന്തിക്കാതാ. മിക്കവാറും dv/dt ആയിരിക്കും നമ്മൾ കേട്ടോ. സാറിന്റെ പ്രോബ്ലം ലാസ്റ്റ് കേട്ടോ. 14 ദിവസം ലാസ്റ്റ് ചെയ്യാം.
ടെക്സ്റ്റ് എടുത്തരാം. ടെക്സ്റ്റ് അതൊന്ന് മാറ്റി വെച്ചിട്ട് നോക്കിയിട്ട് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷൻസ് ആണ് അടുത്ത പറയാൻ പോണേ. അതായത് നമുക്കൊരു ഫംഗ്ഷൻ ഗ്രാഫ് വരച്ച് ഈ ഫംഗ്ഷൻ നോക്കിയിട്ട് എക്സിന്റെ വാല്യൂ കൂടുന്തോറും ഫംഗ്ഷൻ എന്ത് ചെയ്ത് തന്നെ ഇൻക്രീസ് ചെയ്ത് വന്നിരിക്കുക അല്ലേ. അപ്പോൾ നോക്കിയിട്ട് ഡെഫിനേഷൻ ചെയ്ത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് എന്താ കണ്ടീഷൻ. ഈ ഗ്രാഫ് വരച്ചത് as we move from left to right along the graph, to the right, consider the graph to the right of the origin. Consider the graph to the right of the origin. Observe that as we move from, consider the graph to the right of the origin. Observe that as we move from left to the right, as we move from left to the right along the graph, the height of the graph along the graph the height of the graph continuously increases. So the function is said to be increasing for the height of the graph continuously increases. The height increases. The function is said to be increasing for the real numbers x greater than 0. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഗ്രാഫിന്റെ എക്സ് 0 അല്ലേ ഇവിടെ ശ്രദ്ധിക്കണം. എക്സ് ഈക്വൽ ടു 0 ആണ് ഇവിടെ. അപ്പൊ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് അല്ലേ നമ്മുടെ ലെഫ്റ്റ് നിന്ന് റൈറ്റ് ആണ്. റൈറ്റ് 0ന്റെ റൈറ്റ് ഈ സൈഡാണ്, ലെഫ്റ്റ് ഈ സൈഡാണ്. അപ്പൊ ഈ ഒറിജിനിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്ത് വരുമ്പോൾ എന്താ വൈയുടെ വാല്യൂ കൂടിയല്ലേ വരുന്നത്. അതായത് ഫംഗ്ഷൻ എന്താണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കേ, ഗ്രാഫിന്റെ ലെഫ്റ്റ് ഇതല്ലേ, ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യണേ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താ പറഞ്ഞാൽ കുറഞ്ഞല്ലേ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതാണ്. അപ്പൊ ഇങ്ങനെ എക്സിന്റെ വാല്യൂ എന്താണ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താ കൂടി വരുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്താ പറയുക ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയിട്ട് ഇവിടെ നിന്ന് റൈറ്റിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഫംഗ്ഷന്റെ വാല്യൂ എന്താ ചെയ്യണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങോട്ടേക്ക് എന്താ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താ ഡിക്രീസിങ്ങോ, ഇവിടെ നിൽക്കുന്നതായിട്ട് എന്താ ഡിക്രീസിങ്ങോ നമ്മളെ പറഞ്ഞിരിക്കാം. ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നതാണ്. അതായത് ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവിടെയാണ് ഒരു ആപ്ലിക്കേഷൻ തന്നെ. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഇത് കണ്ടുപിടിക്കാം, വേരിയബിൾ കണ്ടുപിടിക്കാം. രണ്ടാമത്തത് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ഇൻക്രീസിങ് ഡിക്രീസിങ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടില്ലേ? അതായത് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ x1 ലെസ് ദാൻ x2 ആണെങ്കിൽ എന്താണ് f of x1 എന്തായിരിക്കും ലെസ് ദാൻ f of x2. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഫംഗ്ഷൻ എന്തായിരിക്കും ഇൻക്രീസിങ് ആയിരിക്കും. ഡിക്രീസിങ് ആണെങ്കിൽ എന്തായിരിക്കും? അപ്പം
ഡിക്രീസിംഗ് ആണെങ്കിൽ x1 ലെസ് ദാൻ x2 ആണെങ്കിൽ തിരിച്ച് വരച്ചാണ്. എന്താണ് ലെസ് ഗ്രേറ്റർ ദാൻ x1 ലെസ് ദാൻ x2 f of x1 ഗ്രേറ്റർ ദാൻ f of x2 ആണെങ്കിൽ എന്താണ് ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയിരിക്കും. ഓപ്പോസിറ്റ് അതായത് x1 x2 ഇങ്ങനെ ലെസ് ദാൻ ആണെങ്കിൽ f of x1 ലെസ് ദാൻ f of x2 ആണെങ്കിൽ ഇൻക്രീസിംഗ് ആയിരിക്കുള്ളൂ. x1 ലെസ് ദാൻ x2 f of x1 ഗ്രേറ്റർ ദാൻ f of x2 ആണെങ്കിൽ എന്തായിരിക്കും ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക്. ഇനി സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ട്രിക്ട്ലി ആണെങ്കിൽ x1 ലെസ് ദാൻ x2 ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലാണ്ട് വെറുതെ ലെസ് ദാൻ പറയുകയാണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ സാധാരണ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ കേട്ടോ. സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണെങ്കിൽ അപ്പം ഈക്വൽ ടു ഇല്ലാണ്ട് വരുമ്പോഴാണ് സ്ട്രിക്റ്റ് ആയിട്ട് കണ്ടീഷൻ ഫോം ചെയ്യുന്നത്. അപ്പൊ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരില്ല. ഇത് സ്ട്രിക്ട്ലി അല്ല, സ്ട്രിക്ട്ലി ആണെങ്കിൽ ഇത് ഉണ്ടാവില്ല. അത് മാത്രമല്ല അടുത്ത പ്രോബ്ലം show that the function f of x is equal to 7x minus 3 increasing on 7x plus 3 7x minus 3 increasing on r increasing ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യൂത് നമ്മള് x1 x2 എന്താണ് x1, x2 ആദ്യമുള്ള ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം x1 ലെസ് ദാൻ x2 ആയിട്ട് എടുക്കാം. അപ്പൊ എന്തായിരിക്കണം f of x1 ലെസ് ദാൻ f of x2 ആണല്ലേ കാണിക്കേണ്ടത്. എന്നാലല്ലേ ഫംഗ്ഷൻ എന്താവുള്ളൂ ഇൻക്രീസിങ് ആവും. ഇങ്ങനെ കാണിക്കണം നമുക്ക് അല്ലേ, ഇതാണ് കാണിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ x1 ലെസ് ദാൻ x2 എടുത്ത് ഇനി f of x1 എന്താണ് f of x എന്താണ് 7x minus 3. f of x1 എന്തായിരിക്കും 7x1 minus 3 is less than എന്താണ് 7x2 minus 3. നോക്കിക്കേ ഇനി കട്ട് ചെയ്ത് കളയും. -3 കട്ട് ചെയ്യാം. പിന്നെന്താ 7 കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് ലാസ്റ്റ് എന്തോ show that എന്നാ പറഞ്ഞത്. show that f of x is equal to 7x minus 3 in increasing on the r എന്നാ കാണിക്കാൻ പോകുന്നത്. ഇവരെടുത്തേക്കണ തിരിച്ചാട്ടാട്ട് എടുത്തേക്കണം. അതായത് ആദ്യം ഇവർ x1 ലെസ് ദാൻ x2 എടുത്തത്. നമുക്ക് കാണിക്കുന്നത് x1 ലെസ് ദാൻ x2 ആണെന്ന് എന്താ കാണിക്കേണ്ടത് f of x1 ലെസ് ദാൻ f of x2 ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവരുടെ ആദ്യം അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്ത് 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായി 7x1 ലെസ് ദാൻ 7x2 അങ്ങനെ രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തു. ഈ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് -3 വെച്ചിട്ട് മൈനസ് ചെയ്തു. അപ്പൊ എന്താവും 7x1 -3 ലെസ് ദാൻ 7x2 മൈനസ്. നോക്കിക്കേ ഇതെന്ന് പറയുന്നത് എന്തിന്റെ ഇക്വേഷൻ ആവും f of x1 അല്ലേ ലെസ് ദാൻ മറ്റേ എന്ത് വരും f of x2. അപ്പൊ ഷോ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം കാണിക്കാൻ. ഫംഗ്ഷനിലോട്ട് നോക്കാം എന്നിട്ട് ഓരോന്നും അപ്പുറത്തും ഇപ്പുറത്തും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 7x minus 3 ആണ്, അതുകൊണ്ട് ആദ്യം നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും 7 ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും -3 അങ്ങനെ ആദ്യം നമ്മൾ അങ്ങനെ എടുത്തിട്ടല്ലേ ചെയ്തത്. അങ്ങനെ ചെയ്തത് ആദ്യം എന്താ കാണിക്കുന്നത് x1 ലെസ് ദാൻ x2 ആണെങ്കിൽ ഇത് രണ്ട് ഈക്വൽ ആണ് കാണിക്കേണ്ടത്. ആദ്യം നമ്മൾ ഇതിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അടുത്ത ദിവസം ഇതുപോലെ ചെയ്ത് f of x is equal to 5x plus 2 increasing on r. അങ്ങനെ ചെയ്യും. ഇതുപോലെ തന്നെ
ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കാൻ എന്താ തീരം തിയറം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ അല്ലാണ്ട് തീരം അതെ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആണ് ഡിഫറൻഷ്യബിൾ ആണ് അറിയില്ല ഞങ്ങൾ ചെയ്ത എക്സസൈസ് നിങ്ങൾക്ക് അപ്പോൾ ഇതെയോ അതിനപ്പുറത്തും x1 ലെസ് ദാൻ x2 എന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അത് ഇത് അങ്ങനെ തന്നെയാണ് 5 കൊണ്ട് അപ്പുറത്തും മൾട്ടിപ്ലൈ ചെയ്യുക +2 ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് f' എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയിരിക്കും. അത് ഇൻക്രീസിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ആ ഡെഫിനിഷൻ അറ്റ്ലീസ്റ്റ് എഴുതി വെക്കുക. എന്താണ് f' ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 0ക്ക് മുകളിലാണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും ഇൻക്രീസിംഗ് ആയിരിക്കും. അപ്പൊ f' ലെസ് ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിംഗ് ആയിരിക്കും ഫംഗ്ഷൻ. ഇനി f കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ f' എന്തായിരിക്കും 0 ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആണെങ്കിൽ എന്തായിരിക്കും ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അടുത്തൊന്ന് കാണിച്ചേ ഷോ ദാറ്റ് ഫംഗ്ഷൻ f is given by show that the function f is given by f of x is equal to 3 f of x equal to x cube minus 3x square plus 4x. X belongs to R. Is increasing on R. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കാണിച്ചത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് ചെയ്തു ഫസ്റ്റ് ഡെറിവേറ്റീവ് square minus 6 yes. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. എന്തോ സെക്കൻഡ് ഡെറിവേറ്റീവ് വേണ്ട ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ് അതെങ്ങനെ അത് നിങ്ങൾ റിയൽ നമ്പർ ആണെന്നുള്ള കൂടി അറിയും. ഇനി നമുക്ക് കോമൺ എടുക്കാവുന്ന ടൈംസ് കോമൺ എടുത്ത് കൊടുത്ത് ഇനി കോമൺ എടുക്കാമല്ലോ പുറത്ത് 3 4 3 എടുക്കാമല്ലോ. 3 എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x അല്ല 2x പ്ലസ് 4 നമുക്ക് 3 ന്റെ x കൊണ്ട് എടുക്കാം. ഏതാ 3x പുറത്തെടുക്കാം. 3x പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും 3x minus അല്ല സോറി x minus 2 അതാ എന്താ സംഭവം ഇതിന് നമുക്കുണ്ടല്ല 3x² മൈനസ് 6x പ്ലസ് 4 അതിൽ നിന്ന് മൊത്തം അവർ 3 കൊടുത്തെടുക്കും. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി കിട്ടും. അതായത് ഈ 4 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു 3x² മൈനസ് 6x പ്ലസ് 3 പ്ലസ് 1. ഇനി ഇതിൽ നിന്ന് കോമൺ 3 കൊടുത്തെടുക്കാം. 3 into x² മൈനസ് 6 ഇക്വേഷൻ നമ്മൾ ഇതിന് 3 കൊടുത്തു. ഇനി x² മൈനസ് 2x പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം x മൈനസ് 1 ഹോൾ സ്ക്വയർ എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 3 into x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1. എന്തിനാ നമ്മൾ എത്രയോ ചെയ്തെന്ന് അറിയോ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് കാണിക്കണ്ടേ. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അതിന് സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരുള്ളൂ പോസിറ്റീവ് നമ്പർ വരുള്ളൂ. അപ്പൊ ഈ ടൈം മൊത്തം എന്തായിരിക്കുള്ളൂ പോസിറ്റീവ് ആയിരിക്കുള്ളൂ. അപ്പൊ ഇത് എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവ് വരുമോ. അപ്പൊ നെഗറ്റീവ് വാല്യൂ ഇല്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിംപ്ലിഫൈ ചെയ്തത്. സ്ക്വയർ ഇപ്പൊ നെഗറ്റീവ് വാല്യൂ വന്നാലും എന്താ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താവും പോസിറ്റീവ് വാല്യൂ. അപ്പൊ ഈ ഫംഗ്ഷൻ മൊത്തം എന്താവും ഗ്രേറ്റർ ദാൻ 0 ആവും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് കൊണ്ടേ കാണിക്കരുത് കേട്ടോ. ഇവിടെ വരെ ചെയ്തിട്ട് വേണം കാണിക്കാൻ.
function 3x plus 70 is increasing on R. 3x plus 70. ഡിക്രീസിംഗ് ആണ്. Increasing on R. Three അല്ലേ? The function 3x plus 70 is increasing or not? Increasing ആണോ? First derivative എടുക്കുമ്പോൾ Greater എന്തായിരിക്കും? than 3 കിട്ടും. 3 എന്താണ്? Greater than 0 ആണ്. Function increasing. ആണോ? ആ, ആ ഒരു മറ്റേ ട്രയാങ്കിളോ ലൈറ്റ് അത് ക്ലോസ് ചെയ്തു. അതടച്ചാ അതാത്തിക്കോണം അത് ഇതിന്റെ ഇത് അടയ്ക്കുമ്പോ അവിടെ മൊത്തം നടത്തിക്കോളാം ഇനിയുണ്ട് നമുക്കല്ലേ കളിക്കാം കുറച്ച് അത് മാഡം വെച്ചിങ്ങനെ ഞാൻ വെച്ചതല്ല. ഓക്കെ, മാഡം വെച്ചതാണ്. Prove that the function f of x is equal to cos x. F of x is equal to cos x. Cos x. Cos x is a decreasing or decreasing 0 to pi. 0 pi interval. Increasing or increasing in pi to 2 pi. Neither increasing or decreasing in ഇതിന്റെ കാര്യം അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസിംഗ് ആണ് കാണിക്കാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിട്ടാ? മൈനസ് സൈൻ എക്സ് അല്ലേ? അപ്പോ സൈൻ എക്സിന് അതായത് 0 to പൈ, 0 തുടങ്ങി പൈയുടെ വാല്യൂ പൈ എന്താ 180 ഡിഗ്രി. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ കിട്ടുന്നത്? സൈൻ എക്സ്. അപ്പോൾ 0 തുടങ്ങി 180 വരെ സൈൻ്റെ വാല്യൂ കൊടുത്ത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ അല്ലേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആയിട്ട് എന്തായിരിക്കും? ഡിക്രീസിംഗ് ആയിരിക്കും. ഇനി എക്സിന്റെ വാല്യൂ എന്താണ്? പൈ തുടങ്ങി 2π വരെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ? നെഗറ്റീവ് വാല്യൂസ് വരും. നെഗറ്റീവിന് നെഗറ്റീവ് എന്താക്കും? പോസിറ്റീവ് ആക്കും. അപ്പൊ അതെന്തായിരിക്കുള്ളൂ? ഇൻക്രീസിംഗ് ആയിരിക്കും. ഇനി എന്താണ്? 0 to 2π എന്താണ് വാല്യൂ വരുന്നത്? നെയ്തർ ഇൻക്രീസിംഗ് ഓർ നെയ്തർ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. അപ്പൊ ഇതിനകത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് എടുത്തിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. എക്സ് ബിലോങ്സ് ടു 0 to π എന്താണ്? ഇൻക്രീസിംഗ് ആണ്, ഡിക്രീസിംഗ് ആണ്.
എന്താണ് ക്വാഡ്രന്റ് ഏ? അല്ല 0 to ക്വാഡ്രന്റ് pi യുടെ വാല്യൂ ആ എക്സിന്റെ വാല്യൂ 0 to pi യുടെ എക്സ് സൈൻ 0 എന്താ വാല്യൂ 0 അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ പിന്നെ സൈൻ 180 ഡിഗ്രിയുടെ വാല്യൂ എന്താ cos x ഓപ്പൺ ഇന്റർവെൽ ആണ് അപ്പോൾ 0 വരില്ല cos x എന്ന് പറയുമ്പോ ശരി മറ്റേതല്ലേ മൈനസ് x ആ ഈ മൈനസ് സൈൻ എക്സ് ഇട്ട് കൊടുക്കുക വാല്യൂ അല്ല സൈൻ എടാ എഫ് ഡാഷ് എക്സ് എടുക്കാം എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ മൈനസ് സൈൻ എക്സ് കൊടുക്കും ഈ എക്സിന്റെ വാല്യൂ 0ക്കും പൈക്കും ഇടയിൽ വരുമ്പോൾ നെഗറ്റീവ് വാല്യൂ വരും കൊടുക്കുക അതുകൊണ്ട് 0ക്ക് താഴെ വരും സൈൻ 180 ഡിഗ്രിയുടെ വാല്യൂ എത്ര 0 പിന്നെ സൈൻ പൈ ബൈ 2 യുടെ വാല്യൂ എത്ര 1 അപ്പൊ ഇവിടെ മൈനസ് കിടക്കുന്നത് മൈനസ് 1 വരും അപ്പൊ ലെസ് ദാൻ 0 വരും നെഗറ്റീവ് വരും താഴെയായിരിക്കും ഈ 0 ഇപ്പൊ എന്ന് പറയുമ്പോ ഓരോന്നിന്റെ വാല്യൂ എടാ 0ക്ക് പൈനും ഇടയിലുള്ളത് ഇത് ഓപ്പൺ ഇന്റർവെൽ അല്ലേ അപ്പൊ ഇത് രണ്ടും വരില്ല 0യും പൈയും വരില്ല അപ്പൊ pi by ഇടയിൽ two. പൈ ബൈ 2 വരും ഇവിടെ നോക്കിക്കേ പൈക്കും 2 പൈക്കും ഇടയിലുള്ള വാല്യൂ വരും Minus 3 പൈ ബൈ 2 3 പൈ ബൈ 2 ഇട്ട് കൊടുക്കാം മൈനസ് പിന്നെ 0ക്കും പൈക്കും ഇടയിലുള്ള വാല്യൂ എല്ലാം എല്ലാം Pi by two വരും, pi by three. പൈ അല്ലേ മൂന്ന് വാല്യൂ വരില്ലേ അപ്പൊ അല്ല 0 to 2 pi എന്ന് പറയുമ്പോ pi by 2 വരാം pi വരാം 3 0 pi 2 by പൈ 2 വരില്ല 3 പൈ ബൈ 2 വരാം മെയിൻലി ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ അല്ല വരാം അതൊരു ഒരു ഇന്റർവെൽ നമുക്ക് ഇന്റർവെൽ ആണ് ചോദിച്ചാൽ അങ്ങനെ ലൈവ് അത് എല്ലാ കാര്യവും Prove that the function f is given by f of x is equal to x cube minus f of x is equal to x cube minus 3x square plus x square plus 3x minus 100 is increasing in R. Is increasing in R. അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം പിന്നെ ഇതിൽ കോമൺ ആയുള്ള ടൈംസ് ഒക്കെ പുറത്തെടുത്ത് അതിനെ സെക്കൻഡ് സിംപ്ലിഫൈ ചെയ്തിട്ട് അതാണ് നമുക്ക് സ്ക്വയർ
x minus 1 whole square. X minus 1 whole square. F dash x എത്ര കിട്ടി? 3x square minus 6x. പിന്നെന്താ ഇത് അഡ്ജസ്റ്റ് Common എടുത്തു. x square Minus 2x plus 1. X minus 1 whole square. അതെന്താ Greater than ഫംഗ്ഷൻ find the interval in which function f is given by f of x is equal to x square minus 4x plus 6. X square minus 4x plus 6 is first one increasing. Option A increasing and option B decreasing. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് ഇൻക്രീസ് ചെയ്യുന്ന ഇന്റർവെൽ ഏതാണ്? A യും B മാത്രമാണോ? A ഇൻക്രീസിങ് ബി ഡിക്രീസിങ്. അതായത് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഇന്റർവെല്ലും കണ്ടുപിടിക്കണം, ഡിക്രീസ് ചെയ്യുന്ന ഇന്റർവെല്ലും കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മൾ എഫ് ഡാഷ് എക്സ് എടുക്കാം. എഫ് ഓഫ് എക്സ് ചെയ്തോ എഫ് ഡാഷ് എക്സ് എടുക്കാം. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6. എഫ് ഡാഷ് എക്സ് എന്ത് വരും? 2x minus 4. F dash x എടുത്തതിന് ശേഷം f dash x equal to 0 എന്ന് കൊടുക്കാം. എന്നിട്ട് x ന്റെ വാല്യൂ കൊടുക്കും. ഇന്റർവെൽ കണ്ടുപിടിക്കാനാണ് f dash x equal to 0 എന്ന് കൊടുക്കുക. x ന്റെ വാല്യൂ എന്താ? x ന്റെ വാല്യൂ എന്താ കിട്ടിയത്? equal to 2 അല്ലേ? അപ്പോൾ x equal to 2 എന്ന് കിട്ടി. അപ്പോൾ x equal to എന്ന് പറയുമ്പോൾ റിയൽ ലൈനിന് x equal to 2 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് നമ്മൾ റിയലിന് രണ്ട് ഇന്റർവെല്ലാക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു 2 ഇവിടെ നിന്ന് ഇങ്ങോട്ട്. രണ്ടാമത്തെ എന്താ? 2 ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? എഫ് ഡാഷ് എക്സ് 2x മൈനസ് 4. അത് ഏത് ഇന്റർവെല്ലിലാണ് ഇൻക്രീസിങ് ആവുന്നത്? അതായത് 2x മൈനസ് 4 അല്ലേ? അപ്പോൾ ഈ ഇന്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് കൊടുക്കാം. എന്താണ്? 1 എടുക്കാം. 1 എന്നിട്ട് കൊടുക്കാം. 2 into 1 minus 4 എന്ത് വരും? 2 minus 4 minus 2 വരും. minus 2 എന്താ? ലെസ് ദാൻ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്റർവെൽ എന്തായിരിക്കും? ഡിക്രീസിങ് ആണ്. ഇനി ഇതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് എടുത്ത് കൊടുക്കാം. ഇതിന്റെ ഇൻക്രീസിങ് ആണ്, ഡിക്രീസിങ് ആയിരിക്കും. ഇതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് 3 എടുക്കാം. 3 എടുക്കുമ്പോൾ എന്ത് വരും? 2 into 3 minus 4 എന്തായിരിക്കും? എന്തായാലും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന ഇന്റർവെൽ എന്തായിരിക്കും? അപ്പോൾ ഇന്റർവെൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് എക്സിന്റെ പോയിന്റ് കിട്ടും. ആ പോയിന്റ് നമ്മൾ മൈനസ് ഇൻഫിനിറ്റി 2 രണ്ട് ഇന്റർവെൽ ആക്കാം. എന്നിട്ട് ഏത് പോയിന്റിലാണ് ഡിക്രീസ് ചെയ്യുന്നത് കാണിക്കാൻ ഇതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ എടുക്കാം. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവിൽ ഇട്ട് കൊടുക്കുക. ഇതിൽ ഇട്ട് കൊടുക്കരുത്,
ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെന്തായിരിക്കണം, അത് ലെസ് ദാൻ നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്, മറ്റേതാണെങ്കിൽ എന്താ ഫംഗ്ഷൻ ഇൻക്രീസിംഗ്. സീറോന് താഴെയാണെങ്കിൽ സീറോന് താഴെയാണെങ്കിൽ എന്താ ഡിക്രീസിംഗ്, സീറോയുടെ മുകളിലാണെങ്കിൽ find the interval in which the function f is given by f of x is equal to 2x square minus 3x. F of x is equal to 2x square minus 3x is increasing and decreasing. സേവ് ഇതുപോലെ തന്നെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടാണ് ഇക്വേറ്റ് ചെയ്യാൻ കേട്ടോ. എഫ് ഡാഷ് എക്സ് എന്താ കിട്ടിയത് 4x മൈനസ് 3 അത് ഈക്വൽ ടു 0 എന്ന് കൊടുത്തപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി 3/4. അപ്പോൾ ഇന്റർവെൽസ് ഏതൊക്കെ -∞ ടു 3/4 3/4 ടു ഇൻഫിനിറ്റി. അത് ഏതാ ഇൻക്രീസിംഗ് ആയിട്ടുള്ളത് 3/4 ടു ഇൻഫിനിറ്റി ഇൻക്രീസിംഗ്. മറ്റേത് എന്താ മറ്റേത് ഫണ്ട് ഇന്റർവെൽ ഇൻ വിച്ച് ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ. f of x is equal to 2x cube minus 3x square minus 36x plus 7. 2x cube minus 3x square minus 36x plus 7. കണ്ടുപിടിക്കാം ഫസ്റ്റ്. പിന്നെ അതിന്റെ 6 കോമൺ പുറത്തെടുക്കുക. സിക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 6 എന്ന് വരും. അതിന് ചെയ്യുന്നില്ല എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇത് മറ്റേ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞില്ലേ? മറ്റേ ക്വസ്റ്റ്യൻ ചെയ്ത്
6x square minus 6x minus 36. ഇതിന് 6 കൊടുത്തേ 6 into x square minus 6 minus 6 minus 6. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാം കേട്ടോ. എത്ര 6 എന്ത് വരും? 3 minus 2 ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ x ഡിക്രീസ് ഏതാ x ന്റെ വാല്യൂ എന്താ കിട്ടിയത്? നമുക്ക് ഡിക്രീസിംഗ് ആണോ ഇൻക്രീസിംഗ് ആണോ കണ്ടുപിടിച്ചു കാര്യം. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? ഇൻക്രീസിംഗ് ആണ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഇത്ര കിട്ടിയത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്താൽ അല്ലെങ്കിൽ t സ്ക്വയർ മൈനസ് 4ac/2a വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഫൈനൽ കാൽക്കുലേഷൻ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? x സ്ക്വയർ മൈനസ് x മൈനസ് 6 ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x ഈക്വൽ ടു 3 ഉം x ഈക്വൽ ടു -2 ഉം കിട്ടും. ഇങ്ങനെ സോൾവ് ചെയ്യും. പറ്റില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. b സ്ക്വയർ മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a. അത് ചെയ്ത് നമ്മുടെ ഡിഫറൻസിയേഷൻ അതിൽ നമ്മളിപ്പോ എക്സ് റേസ്റ്റ് ടൂവും എക്സും മാത്രം വന്നാൽ നമ്മളത് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യില്ലേ? ഇപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റേസ്റ്റ് 1 ആയിരിക്കില്ല. അപ്പോൾ എക്സ് സ്ക്വയർ മറ്റേ എക്സ് റേസ്റ്റ് 2 - 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കില്ല. അതുപോലെ എന്തുകൊണ്ട് ഇത് നമ്മൾ ഇങ്ങനെ എക്സ്പോണൻസിന്റെ എനിക്ക് ചോദിച്ചു മനസ്സിലായി. ഇതിനിടയിലുള്ള നമ്പർ എടുക്കാം. ഇത് -3 എടുത്ത് 3 എനിക്ക് ഫസ്റ്റില് 0 ആയിരുന്നു. കോൺസ്റ്റന്റ് ആണ്. എന്റെ കാരണം 6ന്റെ x സ്ക്വയർ സെയിം ബേസ് അല്ലേ? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് അല്ല ഫസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ഫസ്റ്റ് -2 ഇൻക്രീസിംഗ് എങ്ങനെ -3 the whole part 9 minus of -3 ശരി മൾട്ടിപ്ലൈ അപ്പോൾ 9 + 3 + 6 അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ഞാൻ
ഇതല്ല ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഇത് ഇവിടുത്തെ സൈൻ പോസിറ്റീവോ നെഗറ്റീവോ അത് നമ്മുടെ എഴുതിയിട്ട് അത് എഴുതിയിട്ട് ആ സിക്സിനെ അവിടെ തന്നെ ഇതല്ല ഇതില് ഇവിടുന്ന് തൊട്ടാണ് എടാ ഇത്ര ചെയ്താ അപ്പൊ നോക്കിട്ട് 6 into x minus 3 into x plus 2 കിട്ടിയില്ല. നോക്കിക്കേ f dash x is equal to എന്ത് ചെയ്യണം 0 കൊടുക്കണം. അപ്പൊ f dash x എന്താണ് ഇവിടെ ഇതല്ലേ f dash x. അപ്പോൾ ഈ സാധനം equal to എന്ത് ചെയ്ത് 6 into x minus 3 into x plus 2 is equal to 0 എന്ന് കൊടുത്തു. അപ്പൊ ഇതിൽ ഓരോ ടൈം എന്താ x minus 3 equal to 0 എന്ന് കൊടുക്കുമ്പോൾ x equal to 3 കിട്ടും. x plus 2 is equal to 0 എന്ന് കൊടുക്കുമ്പോൾ x equal to minus 2 കിട്ടും. അപ്പൊ ഇന്റർവെൽ ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം -2നും 3ക്കും ഇങ്ങനെയാണ് ഇന്റർവെൽ വരേണ്ടത്. ഇനി നമ്മൾ അതിൽ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റർവെൽ നമുക്ക് എത്രയൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഇങ്ങനെ നമുക്ക് എക്സിന് 2 വാല്യൂ അല്ലേ കിട്ടിയത്. അപ്പൊ ഒന്നാമത്തെ ഇന്റർവെൽ -∞ to -2, രണ്ടാമത്തേത് -2 to 3, മൂന്നാമത്തേത് എന്താ 3 to ∞. അതിലേതാണ് എന്ത് കണ്ടുപിടിക്കണം ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് എന്നുള്ളത് കണ്ടുപിടിക്കണം. -2 എന്താണ് ഇൻക്രീസിംഗ് ആണ്, 3 to ഡിക്രീസിംഗ് ആണ്. കിട്ടിയാടാ strictly increasing -∞ to -2 and 3 to infinity. Decreasing, strictly decreasing -2. And then I'm രണ്ട് ക്ലാസ് find the interval in which the following function is strictly increasing or decreasing. Function x square plus 2x minus 5. f of x is equal to x square plus 2x minus 5. f of x is equals to x square plus 2x minus 5. f dash x കണ്ടുപിടിക്കുക. equal to 0 ന് increase ചെയ്യുക. x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ചെയ്താടാ അഡ്മിറ്റ് ചെയ്താ അതേ പറഞ്ഞിരിക്കണം ചെയ്തേ ചെയ്യാൻ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി
എക്സ് മൈനസ് കൊണ്ട് ഇൻഫിനിറ്റി എടാ ഏതാണ് ഇൻക്രീസ് ഇൻക്രീസ് നീ കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല പിന്നെ വണ്ണല്ലേ എക്സ് അല്ല ആ മൈനസ് വൺ ആണ് ഏതാ ഇൻക്രീസ് ഇൻക്രീസ് മൈനസ് പോയിന്റ് കൊടുക്കാം മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വണ്ണിന്റെ ഓപ്പൺ ഇന്റർവെൽ അല്ലേ അപ്പൊ മൈനസ് കൊണ്ട് കൊടുക്കാൻ പറ്റും ഓപ്പൺ ഇന്റർവെൽ ഏറെ മൈനസ് കൊണ്ട് ഇടാൻ പറ്റില്ല ഞാൻ സീറോ ആയിട്ട് ഏതൻ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വണ്ണിന്റെ ഇടയിലാണ് സീറോ കൊടുക്കണം ഓ അതായിരുന്നല്ലേ എനിക്ക് മാറി ഞാൻ മണ്ണും മറ്റേ ഇൻഫിനിറ്റി ഇന്റഗ്രേഷൻ ആണ് ഇന്റഗ്രേഷൻ സ്കൂളിൽ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മാറ്റി ജയിച്ചു ചിലവുണ്ടല്ലോ